നമസ്കാരം. ഇറാനിലെ ലക്ഷക്കണക്കിന് മനുഷ്യജീവൻ ചിന്നിച്ചിതറി. ട്രംപിനെ കൊല്ലാൻ ഇറാൻ പടയുടെ മിസൈൽ മഴ. ഇറാൻ യുദ്ധം നിർണായകമായിട്ടുള്ള ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഏത് നിമിഷമാണ് ഏറ്റുമുട്ടൽ പൂർണ്ണമായിട്ടും മറനീക്കിയ ഒരു ലോകമഹായുദ്ധമായി തീരുക എന്ന് പറയുക വയ്യ. താൻ വധിക്കപ്പെട്ട ഡെഡ്മാൻ സ്വിച്ച് ഓൺ ആകുമെന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി പോലും. ലക്ഷക്കണക്കിന് മനുഷ്യജീവൻ അങ്ങനെ ചിന്നിച്ചിതറും, അത് ഇറാൻ്റെ നാട്ടിൽ. കൊടും വിപത്തുകൾ ലോകം സർവനാശത്തിന് വഴിതെളിക്കുമെന്ന് ഇറാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇടയ്ക്കിടെ ഭീഷണികൾ ഉയർത്തുന്നുണ്ട്. ഇത് തന്നെ ആയിരിക്കണം കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് ഇരുപക്ഷത്തെയും ചിലപ്പോൾ വിലക്കി നിർത്തുന്നത്. ഇതിനിടെ തികച്ചും ഒരു നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുമായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത്. താൻ വധിക്കപ്പെട്ടാൽ ഇറാന് എല്ലാ രംഗത്തും ഇന്നുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ കഴിവുള്ള ഓട്ടോമാറ്റിക് സ്റ്റാൻഡിംഗ് ഓർഡറുകളിലൂടെ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ്, ഒരു സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുകയാണ്. എന്നാൽ US ഗവൺമെൻറ് ഇതുവരെ ഒരു ഓട്ടോമാറ്റിക് പ്രീ ഓതറൈസ്ഡ് ഡെഡ്മാൻ സ്വിച്ച്, അതായത് ഈ ഉടനടി തിരിച്ചടി നൽകാൻ പറ്റുന്ന ഒരു സംവിധാനം എന്നാണ്, അങ്ങനൊരു സ്വിച്ച് ഇല്ല എന്നാണ് പറയുന്നത്. അതിനാൽ ട്രംപിൻ്റെ മുന്നറിയിപ്പ് വെറും ഒരു സ്വപ്നം മാത്രം ആകാനാണ് സാധ്യത. അതായത് അദ്ദേഹത്തെ കൊല്ലുകയാണെങ്കിൽ, ട്രംപിനെ വധിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം തിരിച്ചടിക്കുന്നത് ഇറാൻ്റെ സകലമാന പ്രദേശങ്ങളിലും നാശം വിതച്ചുകൊണ്ടായിരിക്കും. ലക്ഷക്കണക്കിന് പേരുടെ തല ചിന്നിച്ചേർന്ന തരത്തിലുള്ള മിസൈൽ വർഷമായിരിക്കും നടത്താൻ പോകുന്നത് എന്നായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചത്. പക്ഷേ അത് അമേരിക്ക ഇതുവരെയും അത് ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് ഈ ഓതറൈസ്ഡ് ഡെഡ്മാൻ സ്വിച്ച് എന്ന് പറഞ്ഞ സ്വിച്ച് ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് ട്രംപ് വധിക്കപ്പെട്ടാൽ ഉടൻ തന്നെ തിരിച്ചടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത് വെറും നുണയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ട്രംപ് വിഭാവന ചെയ്തതുപോലെ അദ്ദേഹം വധിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വരുന്ന ആൾ ഭരണഘടനയുടെ 25ാം ഭേദഗതിയും 1947 പ്രസിഡൻഷ്യൽ സക്സഷൻ ആക്ട് അനുസരിച്ചും വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉടൻ തന്നെ അവിടെ പ്രസിഡന്റ് ആവുകയും ചെയ്യും. അദ്ദേഹത്തിന് തിരിച്ചടിക്കുവാൻ കഴിയുകയും ചെയ്യാം. അപ്പോൾ ആ സാഹചര്യത്തിൽ ട്രംപ് ഉദ്ദേശിച്ചിരുന്ന പോലെ വാൻസിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചത് ഇറാൻ വളരെയധികം തവണ യുദ്ധഭീഷണികളും തനിക്കെതിരെ വധഭീഷണികളും നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ മുഴക്കുന്നുണ്ട്. ഈ US-ൻ്റെ 1000 മിസൈലുകൾ ലോഡഡും ലോക്കഡുമായിട്ട് ഇങ്ങനെ ഇറാനെതിരെ തയ്യാറായിരിക്കുകയാണ്. ഇറാൻ ഉന്നയിച്ച ഭീഷണികൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഉടൻ തന്നെ തിരിച്ചടിക്കുവാൻ ട്രംപ് തയ്യാറെടുക്കും, അല്ലെങ്കിൽ മറുഭീഷണി ഉയർത്തിയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് ട്രംപ് പറയുമ്പോഴും 1000 മിസൈലുകൾ കൊണ്ട് ഇറാനിൽ മിസൈൽ മഴ പെയ്യിപ്പിച്ച് അവിടുത്തെ നഗരങ്ങളെപ്പോലും ചോരക്കളമാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് തനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന ഭീഷണിയാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഉയർത്തിയിരിക്കുന്നത്. സീനിയർ ഖൊമേനി ഫെബ്രുവരിയിൽ ആദ്യ US ഇസ്രായേൽ ആക്രമണം, അതറിയാമല്ലോ, ആ ആക്രമണം നടക്കുന്ന സമയത്തിന് ആദ്യമായിട്ട് തന്നെ സീനിയർ ഖൊമേനി, ആയത്തുള്ള അലി ഖൊമേനി, ഫെബ്രുവരി 28-ാം തീയതി അന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അച്ഛൻ്റെ ശുദ്ധരക്തത്തിന് പകരം വീട്ടുമെന്ന് അന്ന് തങ്ങൾ പ്രതിജ്ഞ എടുക്കുകയാണ് എന്ന് ഖൊമേനി ജൂനിയർ തുടർന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. 2024 കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ട്രംപിനെതിരെ 2 വധശ്രമങ്ങൾ നടക്കുന്ന കാഴ്ചയും ലോകം ശ്രദ്ധിച്ചതാണ്. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി തൻ്റെ അച്ഛൻ്റെ വധത്തിന് പകരം വീട്ടുന്നതും അത് ഇത്തരത്തിലുള്ള ഭീഷണികൾ ട്രംപിനെതിരെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 8 വർഷം നീളുന്ന ഒരു സജ്ജമാകുന്ന ഒരു യുദ്ധത്തിന് ഇറാൻ സജ്ജമാണ് എന്നാണ് പറയപ്പെടുന്നത്. അത് അമേരിക്കയ്ക്ക് അറിയുകയും ചെയ്യും. കാരണം ഏത് സമയം വേണമെങ്കിലും ആക്രമണം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു വളർച്ച ഇറാനുണ്ട്. കാരണം 3000 മിസൈലുകളും 50,000-ഓളം വരുന്ന ഡ്രോണുകളുമായിട്ട് ഓരോരോ ദിവസവും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അപ്പോൾ അതായത് ഇപ്പോൾ ഓരോ ദിവസവും ഒരു മിസൈലോ ഡ്രോണോ വെച്ച് വിക്ഷേപിച്ചാൽ പോലും അടുത്ത 8 വർഷത്തേക്ക് ഈ യുദ്ധം തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ ഇറാൻ സജ്ജമാണ് എന്നുള്ളതാണ് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വൻ ശക്തികൾ ഇറാൻ്റെ സൈനിക ശേഷി തകർത്തുവെന്ന് അവകാശപ്പെടുമ്പോഴും ഞെട്ടിക്കുന്ന കണക്കുകളുണ്ട് ഇറാൻ്റെ പക്കൽ. കാരണം അമേരിക്കയുമായിട്ടുള്ള സംഘർഷം 136 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇറാൻ ഇപ്പോഴും ശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ പക്കൽ ഇപ്പോഴും ഏകദേശം 3000-ഓളം ബാലിസ്റ്റിക് മിസൈലുകളും ഏകദേശം ഒരു 50,000-ത്തിലധികം ഡ്രോണുകളും ഉണ്ട് എന്നാണ് വിവരം. അതായത് ഓരോ ദിവസവും ഒരു മിസൈലോ ഡ്രോണോ വെച്ച് വിക്ഷേപിച്ചാൽ പോലും അടുത്ത് വരുന്ന 8 വർഷത്തേക്ക് ഈ യുദ്ധം തുടരാൻ ഇറാൻ സജ്ജമാണ് എന്നതാണ് ഇറാൻ പുറത്തുവിടുന്ന കണക്കുകളെന്ന് പറയപ്പെടുന്നത്. ആർക്കും ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഷഹാബ്, പത്തേഗ് തുടങ്ങിയ ഹ്രസ്വദൂര മിസൈലുകൾ മുതൽ 2000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഖദർ, സജ്ജിൽ, ഖൊറാം ഷഹർ തുടങ്ങിയ ദീർഘദൂര മിസൈലുകൾ വരെ ഇറാൻ്റെ ആയുധശേഖരത്തിലുണ്ട്. 500 കിലോമീറ്റർ പരിധിയിലുള്ള 1500 ചെറിയ മിസൈലുകൾക്ക് പുറമേ യൂറോപ്പിലെ ലക്ഷ്യസ്ഥാനങ്ങളെ വരെ തകർക്കാൻ ശേഷിയുള്ള 300 മുതൽ 500 വരെ വലിയ മിസൈലുകളും
ഈ IRGCയുടെ പക്കൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിന് പുറമെയാണ് ഷാഹദ് 136 പോലുള്ള കാമിക്കാസെ ഡ്രോണുകൾ സൃഷ്ടിക്കുന്ന ഭീഷണി എന്ന് പറയുന്നത്. വെറും $20,000 ചിലവ് നിർമ്മിക്കാവുന്ന ഇത്തരം 30,000-ഓളം വരുന്ന ഡ്രോണുകൾ ഇറാൻ്റെ കൈവശമുണ്ട്. ഇറാൻ്റെ 80% വരുന്ന ഭൂപ്രദേശവും മലനിരകളാണ്. ഈ ഭൂപ്രകൃതിയെ മറയാക്കി ഏകദേശം 500 മീറ്റർ ഭൂമിക്കടിയിൽ നിർമ്മിച്ച 30ഓളം മിസൈൽ നഗരങ്ങൾ ഇറാനുണ്ട്. ഇവിടെ റെയിൽവേ സംവിധാനങ്ങളും ആയുധ നിർമ്മാണശാലകളും ആശുപത്രികളും ഒക്കെ ഉൾപ്പെടെയുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ഇവിടെ ഈ അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാൻ്റെ ഏകദേശം 50%-ലധികം എന്ന ലോഞ്ചറുകളും നിരവധി സൈലോകളും തകർക്കപ്പെട്ടു എങ്കിലും ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആയുധശേഖരം ഇപ്പോഴും സുരക്ഷിതമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സാങ്ഷനുകളുടെയും ആയിരക്കണക്കിന് വരുന്ന വ്യോമാക്രമണങ്ങളുടെയൊക്കെ ഇറാൻ്റെ സൈനിക ശക്തിയെ തകർക്കാമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾ പാളുകയാണ് സത്യത്തിൽ. ഹോർമൂസ് കടലിടുക്കിലെ വ്യോമപാത അടച്ചുപൂട്ടി ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ സ്തംഭിപ്പിക്കുവാൻ ഇറാന് നിഷ്പ്രയാസം സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിലല്ല മറിച്ച് അതിജീവിക്കുവാനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അസിമെട്രിക് വാർഫെയറിലൂടെ ഇറാൻ്റെ പ്രതിരോധം തുടർന്ന ആഗോള ശക്തികൾ വളരെ വലിയ തലവേദനയായി മാറിയിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും ട്രംപ് ഏത് തരത്തിലാണോ തിരിച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് ഇറാൻ വളരെ കൃത്യമായിട്ട് പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ട്രംപിനെ കൊല്ലാൻ ഇറാൻ പട മിസൈൽ മഴ നടത്തി വാഷിങ്ടണിൽ എത്തുന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ അമേരിക്കയും ഇറാനിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യജീവനെ കൊന്നൊടുക്കും, അവരുടെ തലകൾ ചിന്നിച്ചിതറും, രക്തരൂക്ഷിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ മാറുന്നു എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു രീതി മാറിയേക്കാം, യുദ്ധത്തിൻ്റെ ഒരു ശൈലി മാറിയേക്കാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ലോകമഹായുദ്ധത്തിലേക്കുള്ള യാത്രയാണോ എന്ന് ചിന്തിക്കേണ്ടി വരും.